ശ്രീ അൻവർ ഒരു ഇടതുപക്ഷ MLA എന്നുള്ള രൂപത്തിൽ ഇന്ന് അയാളെ ഒരു ഇടതുപക്ഷ MLA ആയിട്ട് പറയാൻ നമുക്ക് കഴിയില്ല. അയാൾ ഈ ഗവൺമെൻറ്റിനെ തകർക്കാൻ, പാർട്ടിയെ തകർക്കാൻ, മുഖ്യമന്ത്രിയെ താറടിച്ച് കാണിക്കാൻ, ആരിൽ നിന്നോ അച്ചാരം വാങ്ങി ഇറങ്ങി പുറപ്പെട്ട ഒരു കോടാലി കൈയാണ്. രാഷ്ട്രീയ പ്രതിയോഗികളുടെ പാർട്ടിയെ തകർക്കാനുള്ള ഒരു ഉപകരണമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയുടെ രക്ഷകനായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. പാർട്ടിയെ രക്ഷിക്കാനല്ല, പാർട്ടിയെ തകർക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അജണ്ട. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിലൂടെ ബോധ്യമാവുന്നത്. അഴിമതിക്കെതിരായിട്ടുള്ള പോരാളിയായിട്ടാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ കേരള രാഷ്ട്രീയത്തിലെ കോമാളിയായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. എന്തും തരംതാണ വർത്തമാനവും പറയാൻ ഒരു മടിയുമില്ലാത്ത, ഏതറ്റം വരെ തരംതാഴാൻ കഴിയുമോ ആ രൂപത്തിൽ തരംതാണുകൊണ്ടിരിക്കുകയാണ്. ഒരു MLA മിനിമം പാലിക്കേണ്ട മാന്യത പോലും പാലിക്കപ്പെടുന്നില്ല. മതയാനയെ പോലെ ഓടി നടക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നിലമ്പൂരിൽ ഫോറസ്റ്റ് വകുപ്പ് സംഘടിപ്പിച്ച ഒരു പൊതുചടങ്ങിൽ, ആ ചടങ്ങിൽ വെച്ച് വനം മന്ത്രിയെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരെയും വളരെ മോശമായി അധിക്ഷേപിക്കുക കടുത്ത അധിക്ഷേപമാണ്. ഒരു MLAക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ, പോരായ്മയുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ കടുത്ത അധിക്ഷേപമാണ്. മാത്രമല്ല, അത് കഴിഞ്ഞ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യവും നമ്മൾ കണ്ടു. അങ്ങനെ എന്തും പറയുക, എന്തും ചെയ്യുക. ഇതാണ് ഈ ഒരു എങ്ങനെ MLAയുടെ പ്രവർത്തനം എന്നുള്ള രൂപത്തിൽ അദ്ദേഹം തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയില്ല. കാരണം ഇതുവരെ ഇപ്പോൾ നമ്മളൊരു MLA, സ്വതന്ത്ര MLA എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പാർട്ടി MLAമാർക്ക് ബാധകമായ ചട്ടക്കൂടുകളൊന്നും അദ്ദേഹത്തിന് പൂർണ്ണമായി ബാധകമല്ല. അപ്പോൾ അദ്ദേഹത്തിന് സ്വതന്ത്രന്മാർക്ക് അനുവദിക്കുന്നൊരു സ്വാതന്ത്ര്യം വെച്ചുകൊണ്ടാണ് അദ്ദേഹം തുടക്കം കുറിച്ചത്. അന്ന് നമ്മൾ അദ്ദേഹത്തോട് ഈ രീതി ശരിയല്ല, തിരുത്തണം, അദ്ദേഹത്തിന് പറയാനുള്ളത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്ത്, പോലീസിനെക്കുറിച്ച്, പോലീസിൻ്റെ നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളെക്കുറിച്ച് തെളിവുകളുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് നൽകുക. ഇതാണ് ചെയ്യേണ്ടത്. ഈ പത്രക്കാരെങ്ങനെ കണ്ട് പരസ്യമായിട്ട് ഈ പ്രസ്താവനകൾ നടത്തുന്നത് ഒഴിവാക്കണം. പലവട്ടം സംസാരിച്ചു. അപ്പോഴൊക്കെ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പ്രതികരിക്കുക. കാരണം ഇനി ഞാൻ പറയില്ല, ഞാൻ മുഖ്യമന്ത്രിയെ കാണും, മുഖ്യമന്ത്രിക്ക് വിവരങ്ങൾ കൈമാറും. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് നിഗൂഢമായ ചില അജണ്ടകളുണ്ട്. ആ അജണ്ട പാർട്ടിയെ രക്ഷിക്കാനല്ല, ആ അജണ്ട ഇവിടുത്തെ കള്ളക്കടത്ത് മാഫിയയെ സംരക്ഷിക്കുന്ന അജണ്ടയാണ്. ഹവാല ഇടപാടുകാരെ സഹായിക്കുന്ന അജണ്ടയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏത് പ്രസ്താവനയും, പത്രസമ്മേളനവും അവസാനിക്കുന്നത് കള്ളക്കടത്തുകാർക്ക് വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ടാണ്. കള്ളക്കടത്ത് മാഫിയയുടെ, ഹവാല ഇടപാടുകാരുടെ വക്കാലത്തുകാരനായി അൻവർ മാറിയിരിക്കുകയാണ്. ആ രൂപത്തിൽ അധപ്പതിച്ചിരിക്കുകയാണ്. നാട്ടിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സമൂഹത്തിൽ അദ്ദേഹം പറയുന്നത് മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ഇതുവരെ ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിക്കുകയാണ്. നമ്മൾ പ്രതികരിച്ചിരുന്നില്ലല്ലോ. അദ്ദേഹം എന്തു പറഞ്ഞാലും നമ്മൾ പ്രതികരിച്ചിരുന്നില്ല. കാരണം അയാളെ തിരുത്താനാണ് ശ്രമിച്ചത്. അദ്ദേഹത്തെ കണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം ശരിയല്ല, തിരുത്തണമെന്ന് ആവശ്യപ്പെടാനാണ്. പക്ഷേ എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകും? അതൊരു സൗകര്യമായി ഉപയോഗപ്പെടുത്തി പാർട്ടിയെ കടന്നാക്രമിക്കുക, മുഖ്യമന്ത്രിയെ കടന്നാക്രമിക്കുക, സർക്കാരിനെതിരായി ആക്ഷേപിക്കുക, എതിരാളികൾക്ക് സർക്കാരിന് എതിരായിട്ടുള്ള വടി കൊടുക്കുക, ആയുധം കൊടുക്കുക, അങ്ങനെയുള്ള ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്.
അപ്പം ഇതിൻ്റെ ഭാഗമായി പാർട്ടി സഖാക്കൾക്ക് താരെ ആശയക്കുഴപ്പമുണ്ട്. നമ്മൾ പ്രതികരിക്കുന്നില്ലല്ലോ, യഥാർത്ഥ വസ്തുത പറയുന്നില്ലല്ലോ. എന്നാൽ പാർട്ടിയെ വെല്ലുവിളിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. പൊന്നും സൂചി കൊണ്ട് കുത്തിയാലും കണ്ണുകൂട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളോടും അതുപോലെ തന്നെ പ്രവൃത്തികളോടും നമുക്ക് പ്രതികരിക്കേണ്ടതായി വരും, ശക്തിയായി പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണം നമ്മുടെ മാത്രമല്ല. അദ്ദേഹം പറഞ്ഞിരുന്നത് എന്താ വെച്ചാൽ എല്ലാ പാർട്ടിക്കാരും അയാളുടെ കൂടെയാണ്. മലപ്പുറത്തുള്ള പാർട്ടിക്കാർ, മറ്റ് ജില്ലകളിൽ നിന്ന് കണ്ണൂരിൽ നിന്നടക്കം പാർട്ടിക്കാർ അയാളെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പാർട്ടിയുടെ രക്ഷകനായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. പാവപ്പെട്ട പാർട്ടിക്കാർക്ക് വേണ്ടിയാണ്. എന്നാൽ അദ്ദേഹത്തിന് ബോധ്യമായല്ലോ, അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് അദ്ദേഹം നിത്യവും കാണുന്ന, നിത്യവും ബന്ധപ്പെടുന്ന ഒതായി അവിടുത്തെ പാർട്ടി ബ്രാഞ്ചിലെ പ്രവർത്തകർ ഇന്നലെ പാർട്ടിയെ വെല്ലുവിളിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തല്ലോ. ആരുടെ നിർദ്ദേശവും ഏരിയ കമ്മിറ്റിയോ ലോക്കൽ കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ നിർദ്ദേശം കൊടുത്തിട്ടല്ല. പാർട്ടിയെ വെല്ലുവിളിക്കുന്നവരെ അവരോട് എങ്ങനെ പ്രതികരിക്കണം എന്നത് പാർട്ടി സഖാക്കൾക്ക് അറിയാലോ. അതുകൊണ്ട് പ്രതികരിച്ചു. അയാളെ ന്യായീകരിക്കലല്ലോ ചെയ്തത്, അയാൾക്ക് കൂട്ടുക്കലല്ലോ ചെയ്തത്. അയാൾ ഇന്നും പറയുന്നത് രാജിവെക്കില്ല, പുറത്താക്കട്ടെ എന്നാണ് പറയുന്നത്. രാജി മറ്റേ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ ഒന്നും അഭിപ്രായം പറയുന്നില്ല. പിന്നെ അത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയേണ്ടതാണ്. കാരണം ആദ്യം പാർലമെൻ്ററി പാർട്ടിയിലെ അംഗമാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പാർട്ടി സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി പറയും. ഇവിടെ ഒരു കാര്യമാണ് ഇവിടെ ഒരു പാർട്ടി സഖാവും അയാളുടെ വാലാവില്ല. ഒരു സഖാവിനെയും പാർട്ടിയിൽ നിന്ന് അടർത്തിയെടുക്കാനൊക്കെ കഴിയില്ല. പാർട്ടിയെ ഭിന്നിപ്പുണ്ടാക്കി കുറച്ച് ആൾക്കാരെയും കൊണ്ട് പോകാനാണ് അയാളുടെ അജണ്ട. പക്ഷേ ഒരു പാർട്ടിക്കാരനെയും നിലമ്പൂരിലോ അല്ലെങ്കിൽ അയാളെ നാട്ടിലോ, അത് കണ്ടല്ലോ, ഇപ്പോൾ അതിൻ്റെ തെളിവാണല്ലോ. സ്വന്തം നാട്ടിൽ പാർട്ടിക്കാർക്ക് വിശ്വാസമില്ല, ഭീഷണി അവിടെ വെച്ചാൽ മതി എന്ന് ആ നാട്ടിലെ സ്വന്തം നാട്ടിൽ ദിവസവും കാണുന്ന പാർട്ടി മെമ്പർമാർ പരസ്യമായി അവിടെ പ്രതികരിക്കുകയാണ്. അപ്പോൾ പാർട്ടി സഖാക്കൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇന്നലെ അദ്ദേഹത്തിന് ഒതായിന്ന് കിട്ടിയിട്ടുള്ളത്. ഇത് തന്നെയായിരിക്കും എല്ലായിടത്തും. ഇപ്പോൾ അയാൾ ഒരു നാവാണ്. അയാളിങ്ങനെ 1000 മീറ്റർ നീളമുള്ള നാവുമായിട്ട് നടന്നിങ്ങനെ എന്തും വിളിച്ചു പറയുക. തരം താഴെ എന്ത് പറയാനും, ഏത് രൂപത്തിൽ തരം താഴാനും. അവസാനം ഇപ്പോൾ അദ്ദേഹം EMSന് തുല്യനാണെന്ന് വരെ അവകാശപ്പെട്ടു. അതാ ഞാൻ പറഞ്ഞ അയാൾ പോരാളിയായിട്ടാണ്, പക്ഷേ അദ്ദേഹത്തെ കോമാളിയായിട്ടാണ് കേരളം കാണുന്നത്. കാരണം EMSന് തുല്യനാണ് എന്ന് പറയണമെങ്കിൽ കോമാളി തന്നെ ആവണ്ടേ. ആരാണ് EMS? EMSനെ പറഞ്ഞ വായോണ്ട് പറയാൻ പറ്റുന്ന ആളാണോ PV അൻവർ? അപ്പോൾ അദ്ദേഹത്തിന് കാര്യമായ എന്തോ പറ്റിയിട്ടുണ്ട്. അതൊക്കെ വീട്ടുകാരും അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളൊക്കെ നോക്കേണ്ടതാണ്. ഒരു ആ രൂപത്തിലാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ആരോടെന്നുള്ളതല്ല, എന്തിനോടും ആരോടും ഒരു മതയാനയെ പോലെ എങ്ങനെ നടക്കുകയാണ്. ആ രൂപത്തിലുള്ള രീതിയിലേക്ക് അദ്ദേഹം മാറിയിട്ടുണ്ട്. അതൊന്നൊരു MLA മാർക്ക്, പ്രത്യേകിച്ചൊരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി MLA മാർക്ക് അത് നാട്ടിലെ ആൾക്കാർ സംസാരിക്കത്തിനൊരു മാന്യതയും അതുപോലെ തന്നെ ഒരു വിനയമൊക്കെ വേണ്ടേ. എന്തും വിളിച്ചു പറയുക, വായിൽ തോന്നിയതൊക്കെ. അദ്ദേഹത്തിൻ്റെ ജൽപ്പനങ്ങളെയൊക്കെ നമ്മൾ അവജ്ഞയോടുകൂടി തള്ളിക്കളയും പാർട്ടി സഖാക്കൾ. പാർട്ടിക്കെതിരെ വെല്ലുവിളി ഉയർന്നാൽ അത് എത്ര വലിയ ആളായാലും പൊന്നു സൂചി കൊണ്ട് കുത്തിയാലും കണ്ണൂട്ടും. അതുകൊണ്ട് പാർട്ടിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നീക്കത്തിനെ, മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്താനുള്ള അച്ചാരം വാങ്ങിക്കൊണ്ട് നടത്തുന്ന പ്രവർത്തനത്തെ എന്ത് വില കൊടുത്തും പാർട്ടി നേരിടും. പാർട്ടി സഖാക്കൾ ഒറ്റക്കെട്ടായി ഒരു മനസ്സായി അദ്ദേഹത്തിൻ്റെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ രംഗത്ത് വരും.